അപ്പോൾ ഇന്നത്തെ വിസിറ്റ് വീണ്ടും റാഗി കണയിലേക്ക്. യെസ്, ഞാൻ മുന്നേ ഇട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു റാഗി കണ ഇവിടെ അടുത്ത് തന്നെയാണ്. സൺഡേ മാർക്കറ്റാണ്. സൺഡേ മാർക്കറ്റ് വെച്ചാൽ ഓർഗാനിക് മാർക്കറ്റ് എന്ന് തന്നെ പറയാം. പല സ്ഥലത്തു നിന്നും പല കർഷകരൊക്കെ വന്നിട്ട് അവർ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഒരു സ്കൂളുണ്ട്. ആക്ച്വലി ആ സ്കൂളിൻ്റെ ഒരു സ്പേസാണ് ഈ സൺഡേ അവർ വിട്ടുകൊടുക്കുന്നത് ഇതിനു വേണ്ടി. അപ്പം ഗണേശ് ചതുർത്ഥീൻ്റെ ബാക്കിലത്തെ സൺഡേ ആണ് ഇത് ഉണ്ടായത്. അപ്പം അവിടെ ഫുള്ള് കുട്ടികൾ കളിമണ്ണിൽ ഗണപതി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. കണ്ടില്ലേ, അവരമ്മമാരും അച്ഛന്മാരും ഒക്കെ മണ്ണിലിരുന്ന് ഈ ഒരു കളിമണ്ണ് ഉപയോഗിച്ചിട്ട് ഗണപതിയൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ആവേശത്തിൽ അവരുണ്ടാക്കുന്നത് കണ്ടു. പിന്നെ കുറച്ച് അവിടെ ഗണപതികളും പിന്നെ അതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റിൽ പറഞ്ഞ പോലെ ഒരു ട്രഡീഷണൽ സംഭവം ഇല്ലെങ്കിൽ ഓർഗാനിക് സംഭവം അങ്ങനത്തെ വിൽപ്പനയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പണ്ടത്തെ രീതിയിലുള്ള ഒരു മാല കണ്ടില്ലേ, അപ്പം ഇതിൻ്റെ എല്ലാം കോസ്റ്റ് 1000 സംതിങ്ങിലുണ്ട്. ബട്ട് നമുക്ക് ഇട്ടാൽ ഭയങ്കര എലഗൻ്റായിട്ട് തോന്നുന്ന സംഭവങ്ങളാണ്. പിന്നെ കുറേ കൈത്തറി പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ് ഇല്ലെങ്കിൽ സെർവിങ് ബോൾ ഇല്ലെങ്കിൽ കോമ്പ്, ഇതൊക്കെ അവിടെ കാഴ്ചകളായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പല ഭാഗത്തുനിന്ന് വന്നിട്ട് സെല് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നതാണ്. കണ്ടില്ല, പല രീതി സാരികളുണ്ട്. പിന്നെ കണ്ടില്ല, കൊട്ടകളുണ്ട്. പിന്നെ പണ്ട് കളിക്കുന്ന മരത്തിനെ കൊണ്ടുണ്ടാക്കിയ കുറച്ച് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ മൺചട്ടികളും ഇരുമ്പ് പാത്രങ്ങളും ഉണ്ട്. പിന്നെ ഒരു സ്റ്റോളിൽ പല രീതിയിലുള്ള ബുക്സ് ഉണ്ടായിരുന്നു, പല നോവൽസും ഷോർട്ട് സ്റ്റോറീസൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ഒരു ഭാഗത്ത് സ്നാക്സ് ഓൾവേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം ഉച്ച ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് തന്നെ വിട്ടു. അപ്പോൾ കർണാടകയിലെ ഒത്തൻറ്റിക് ആയ സാധനങ്ങളാണ് ഈ കാണുന്നത്. ചോളത്തിൻ്റെ റൊട്ടി, പിന്നെ റാഗീൻ്റെ ബോളി ഉണ്ടായിരുന്നു, പിന്നെ പലതരം ലഡുകളുണ്ടായിരുന്നു, പിന്നെ മിക്സ്ചർ ഉണ്ടായിരുന്നു. ഇതെല്ലാവരും ഒത്തൻറ്റിക് കർണാടക സാധനങ്ങളാണ്. പിന്നെ കുറേ റൊട്ടി, അതിൻ്റെ കറി. അപ്പോൾ ഉച്ചയായത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെഡ് റൈസ്, പിന്നെ ഒരു ചപ്പിൻ്റെ ഒരു കറി, പിന്നെ റാഗി മുദ്ദ വെച്ചാൽ റാഗി ബോൾസ് എന്നിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റാഗി പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ്. അത് കർണാടകൻ്റെ ഒരു സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ കുറേ രീതിയിൽ പപ്പടം ഉണ്ടായിരുന്നു. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പിന്നെ മുതിരനെ കൊണ്ടുണ്ടാക്കിയത്, പിന്നെ ഓണിയൻ, ജിഞ്ചർ. അപ്പം അങ്ങനത്തെ കുറേ പപ്പടങ്ങളുണ്ടായിരുന്നു. അപ്പം അതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ കേൾക്കുന്നത്. അപ്പം അത് നമ്മൾ വാങ്ങി. പിന്നെ കുട്ടികൾ ഉണ്ടാക്കി വെച്ച ഗണപതികൾ ഇവിടെയുണ്ട്. അതുകൂടാണ്ട് അപ്പുറത്തെ ഭാഗത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട്. ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗണപതികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഇപ്പുറത്ത് അന്ധവിശ്വാസങ്ങളും അതിനെ പറ്റിയിട്ടെല്ലാം ഒരാൾ ഒരു സാഹിത്യകാരനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഈ കേൾക്കുന്നത്. അപ്പം അതൊരു നല്ലൊരു അനുഭവം തന്നെ പറയാം. അപ്പം കുറേ രീതി പ്രൊഡക്ട്സ് ഉണ്ട്, അച്ചാറുകളുണ്ട്, പിന്നെ പല രീതിയിലുള്ള പൊടികളൊക്കെ ഉണ്ട്. അതായത് എന്താ പറയുക, മറ്റേ റാഗിപ്പൊടിയായാലും ചോളപ്പൊടിയായാലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോളപ്പൊടിയും റാഗിപ്പൊടിയും അതുപോലെ തന്നെ ജവേ ഗോതി എന്ന് പറയുന്ന, അച്ഛനെപ്പം പറയുന്നൊരു വാക്കാണ് ജവേ ഗോതി. ഒരു സ്പെഷ്യൽ ഇതാണ്, ഗോതമ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ആട്ട പൊടി കൂടി നമ്മൾ വാങ്ങി. അപ്പം കമ്മലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചെന്നപ്പട്ടണ എന്ന് പറയുന്ന സ്ഥലത്ത് മരപ്പാവകളൊക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ്. അപ്പം അവരൊരു സ്റ്റോളായിരുന്നു. മരത്തിൻ്റെ പ്രൊഡക്ട്സാണ് അവർ മെയിനായിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി ഒരു അടിപൊളി സ്പേസാണ്. സൺഡേ പോയാലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. ഇത് ശംഖുപുഷ്പത്തിൻ്റെ ടീ ബാഗാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് വാങ്ങി. ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ഈ ലാസ്റ്റത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് ഗിണ്ണു. പ്രസവിച്ച പശുവിൻ്റെ ആ ഒരു തുടക്കത്തിൽ കിട്ടുന്ന പാലില്ലേ, ആ പാൽ ഉപയോഗിച്ചിട്ട് കുറച്ച് ശർക്കരയും കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് എടുക്കുമ്പം ഒരു കട്ടിയായിട്ട് ഇത് ഒരു പുഡിംഗ് രീതിയിൽ കിട്ടും. അപ്പം അതാണ് ഇവിടെ വെക്കുന്നത്. അപ്പം അത് റെയറായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവർ കർഷകർ കുറേ പശുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവരുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ അവർ കൊണ്ടുവന്നതാണ്. 2-3-4 ബോക്സിൽ കൊണ്ടുവന്ന് ഏകദേശം തീരാനായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും വാങ്ങി. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഇത് കണ്ടത്. അപ്പം കണ്ട സ്ഥിതിക്ക് എന്തായാലും വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും വാങ്ങി. ചായ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ പുതിയ എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വാങ്ങിയിട്ട് അവിടെ നിന്ന് വെല്ലനെ സ്ഥലം വിടുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്